ഡിജിടെക്കിന്റെ ഒരു മൊബൈൽ ഫോൺ ഗിംബലാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. DG005 3 ആക്സിസ് ഗിംബലാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ഇതാണ്, നല്ലൊരു കവറിലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് സ്പെസിഫിക്കേഷൻസും എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിജിടെക്കിൻ്റെ DG005 അതാണ് മോഡൽ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നോക്കാം. ഇതുമാതിരിയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ആണ്. ഇത് ഗിംബൽ ഹോൾഡർ, ഇതതിൻ്റെ ട്രൈപോഡ്, പിന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടീസ്, അതേ കണക്കിനൊരു കേഷൻ അതിൻ്റെ നോട്ടീസുണ്ട്. പിന്നെ വരുന്നത് യൂസർ മാനുവൽ. അതിനകത്ത് അത് ഉപയോഗിക്കുന്ന രീതികളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഗിംബിൾ. ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ഒരു ചാർജിങ് കേബിള്, പിന്നെ അതിൻ്റെ ആ ഗാഡ്ജറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാപ്പ്. അതെ, ഇതാണ് നമ്മുടെ ഗിംബിൾ. ഇത് നമുക്ക് ഒരു ട്രൈപോഡ് പിടിപ്പിച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ട്രൈപോഡ് പിടിപ്പിക്കുന്ന. അടിയിൽ തന്നെ അതിൻ്റെ ട്രൈപോഡിൻ്റെ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിടിപ്പിച്ചിട്ട് അതിൽ ഓപ്പൺ ചെയ്യുക. ഈ ഗിംബിൾ നമ്മൾ വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നല്ലത് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ച് അപ്പോഴേ ഓണാക്കുന്ന മാതിരി ഇത് ഓണാക്കിയാൽ ഓണാകത്തില്ല. ഒരു 3 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ചാർജ് ചെയ്ത് നമ്മളിത് ഓണാക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓണാക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യണം. മാനുവലി ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ഓണാക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് നോട്ടീസായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഡിജിടെക്കിൻ്റെ 3 ആക്സിസ് ഗിംബലാണ്. സ്റ്റെബിലൈസർ ഫോർ സ്മാർട്ട് ഫോണാണ്. മോഡൽ നമ്പർ DSG005. നമുക്ക് നോക്കാം ഇതിൻ്റെ കാര്യങ്ങൾ, കൂടുതൽ റിവ്യൂസ് നോക്കാം. ഇത് നല്ലൊരു ഫിനിഷിങ്ങോടുകൂടിയൊക്കെയാണ് വരുന്നത്. ഇതിന് വില മാർക്കറ്റിൽ പല വിലകൾക്ക് ലഭ്യമാണ്. അത് നമ്മൾ നോക്കണം. പിന്നീട് ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓണാക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഓണാക്കുന്നതിന് മുമ്പ് നമ്മളിതിനകത്ത് ഫോൺ സെറ്റ് ചെയ്യണം. ഫോൺ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ താഴെ തട്ടി നിൽക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോഴേ ഷേക്ക് കുറയുള്ളൂ എന്നാണ് പറയുന്നത്. ഫുള്ള് നല്ല തട്ടി നിന്നു. ഇനി ഇത് മാനുവലി ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ഓണാക്കാവൂ എന്നാണ് പറഞ്ഞത്. ഞാനിതിപ്പം എടുത്തിട്ട് 3 മണിക്കൂറോളം ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓണാക്കാം. ഇതിനെ മാനുവലി ബാലൻസ് ചെയ്യണം. ഇവിടുത്തെ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് അങ്ങോട്ടും മേളിലോട്ടും താഴോട്ടും നീക്കാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ബാലൻസ് ആകുമ്പോൾ ഏകദേശം ബാലൻസായി. ഇപ്പം ബാലൻസായി, ഏകദേശം ബാലൻസായി. അതിന് ഇനി ഈ സ്ക്രൂ ഇത് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോണ് വെർട്ടിക്കൽ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഓൺ ചെയ്യാം. ഇതിനെ ഓൺ ചെയ്യുന്നതിനായിട്ട് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചിൽ ഒരു 3-4 സെക്കൻഡോളം പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓണാവുന്ന ഉടനെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലെവലായി. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലെവലായി. അതിനുശേഷം നമ്മൾ കയ്യിലോട്ട് എടുത്തിട്ട് തിരിച്ച് നേരെ പിടിച്ചു കയ്യിലോട്ട് എടുത്തിട്ട് ഇതാണ് ജോയ്സ്റ്റിക്ക്. ഈ ജോയ്സ്റ്റിക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യും, ലെഫ്റ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും, അപ്പാണെങ്കിൽ അപ്പ്, ഡൗൺ ആണെങ്കിൽ ഡൗൺ, എങ്ങനെ വേണമെങ്കിലും ആവും. പിന്നെ ഇതിന് കുറേ മോഡുകളെല്ലാം ഉണ്ട്.
അത് ഇതിൻ്റെ ഈ 2 സ്വിച്ചിലും പല പ്രാവശ്യം ഞെക്കിയതനുസരിച്ചാണ്. ഈ മോഡ് സ്വിച്ചിൽ 3 പ്രാവശ്യം അടുപ്പിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇത് റൊട്ടേഷൻ വെർട്ടിക്കൽ മാറിയിട്ട് ഫോണ് ഹൊറിസോണ്ടൽ ആവും. സോറി, അത് കണക്ക് തന്നെ റീസെൻറ്റർ ആവാൻ ഇത് 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ റീസെൻറ്റർ ആവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റോപ്പ്. അതുകൊണ്ട് ഇത് സൈഡിലാണ് ചാർജിങ് പോർട്ടും പിന്നെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുള്ളത്. ഈ ചെറിയതാണ് ചാർജിങ് പോർട്ട്. ഇത് സി പോർട്ടല്ല, പഴയ മോഡൽ USB പോർട്ടാണ്. മേലോട്ട് മതി മോളെ, ബാക്ക് പോകും. ഇത് USB പോർട്ടാണ് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇത് നമ്മുടെ മൊബൈലുമായിട്ട് മാച്ചായി വർക്ക് ചെയ്യുമെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് ഇതിനകത്ത് യൂസർ മാനുവലിൽ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് 280 ഗ്രാമിൽ കൂടുതൽ വെയിറ്റുള്ള ഫോണുകൾ പിടിപ്പിക്കരുത്, ഇതിനകത്ത് കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നല്ല ഒരു ഫ്ലുവൻസി എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ സോക്കറ്റിൻ്റെ കാര്യവും ചില ഫോണുകൾക്ക് കറക്റ്റ് സെൻട്രലായിരിക്കും സോക്കറ്റ് വരുന്നത്, ചില ഫോണുകൾക്ക് സൈഡിലായിരിക്കും. സൈഡിൽ വരുന്ന ഫോണുകൾക്ക് കുഴപ്പമില്ല. ഈ സെൻട്രലിൽ വരുന്ന ഫോണുകൾക്ക് ഇത് ചിലപ്പം ഇതിൻ്റെ ഈ സ്റ്റോപ്പർ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഒന്ന് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഇത് വാങ്ങിക്കാവൂ. പിന്നെ ഇതിൻ്റെ ഒരു ആപ്പുണ്ട്. ആപ്പ് വഴിയാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യേണ്ടത്, ഫോണുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ബ്ലൂടൂത്ത് വഴിയുള്ള ആപ്പാണ്. ആ ആപ്പ് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫേസ് ട്രാക്കർ ഞാൻ ഓണാക്കിയേക്കാണ്. അത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പോയി അതിൻ്റെ ഫേസ് ട്രാക്കിംഗ് പൊസിഷൻ പോയിട്ടുണ്ട്.